നമുക്കിനി ആണവ നിലയത്തിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ആണവ ഊർജ്ജം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്സര, കാമിനി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആണവ നിലയമാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഇന്ത്യയിൽ വളരെ കുറച്ച് ശതമാനം മാത്രമാണ് ആണവ ഊർജ്ജം ഉപയോഗിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും. വളരെ കുറച്ച്. അപ്പോൾ നമ്മൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ വെറും 4% മാത്രമാണ് ഇന്ത്യയിൽ ആണവ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ. ഇപ്പോൾ അറ്റോമിക് എനർജി ആണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു പ്രവർത്തിക്കുന്ന 21ഓളം ആണവ നിലയങ്ങളാണ് നിലവിൽ ഇന്ത്യയിലുള്ളത്. അപ്പോൾ ആ ആണവ നിലയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആരുടെ കീഴിലാണ് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, ഏതാണ് NPCIL. ഏതാണ് NPCIL-ന്റെ കീഴിലാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 1987 ഇത് ആരംഭിച്ചു. ഇതിൻ്റെ ആസ്ഥാനമാണെങ്കിൽ എവിടെയാണ്? മുംബൈ ആണ് ഇതിൻ്റെ ആസ്ഥാനമാണെങ്കിൽ. ഓക്കെ, അപ്പം ഇനി മാറിപ്പോരുത്. ഇപ്പം NPCIL ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ കീഴിലാണ് എന്താ ആണവ നിലയങ്ങൾ പ്രവർത്തിക്കുന്നത്. ആരംഭിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1987. ഇതിൻ്റെ ആസ്ഥാനമാണെങ്കിൽ എവിടെയാണ്? മുംബൈ ആണ് ഇതിൻ്റെ ആസ്ഥാനമാണെങ്കിൽ. ഇനി ഇതിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പ്രധാനമായിട്ടും യുറാനിയം 235 ആൻഡ് തോറിയം ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ യുറാനിയം 235 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ 235 എന്ന് പറയുന്നത് യുറാനിയത്തിൻ്റെ മാസ് നമ്പറാണ്. നമ്മൾ 92 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ താഴെ എഴുതുന്നത് ഇതിൻ്റെ അറ്റോമിക് നമ്പറാണ് അല്ലേ. അപ്പോൾ യുറാനിയം എഴുതുമ്പോൾ ഇവിടെ എന്താണ്, ഇപ്പോൾ ഏതൊരു എലമെൻറ്റ് എഴുതാണെങ്കിലും അതിൻ്റെ എന്താണ് താഴെ വരുന്ന എന്താണ് അറ്റോമിക് നമ്പറും മുകളിൽ വരുന്നത് മാസ് നമ്പറും. ഇത് തമ്മിലുള്ള മാസ് നമ്പറും അറ്റോമിക് നമ്പറും തമ്മിലുള്ള വ്യത്യാസമാണ് ന്യൂട്രോണിൻ്റെ എണ്ണം. ഇതൊക്കെ നമ്മളെ കെമിസ്ട്രിക്കകത്ത് ചോദിച്ചിട്ടുണ്ട്, എക്സാമിനകത്ത് തന്നെ, ഈ LDCക്കകത്ത് തന്നെ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക. പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് യുറാനിയം അല്ലെങ്കിൽ തോറിയമാണ് എന്താ പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആണവ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ ആണവ ഊർജ്ജം ഉപയോഗിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ളത് ഏത് സംസ്ഥാനമാണ് ചോദിച്ചാൽ, തമിഴ്നാടാണ് ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങളുള്ള സംസ്ഥാനമാണെങ്കിൽ പഠിച്ചു വയ്ക്കുക. ഏറ്റവും കൂടുതൽ ആണവ നിലയങ്ങൾ തമിഴ്നാട്ടിലാണ്. പക്ഷെ ഉപയോഗമാണെങ്കിലും ഉൽപ്പാദനമാണെങ്കിലും എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് എന്താ പ്രധാനമായിട്ടുള്ളത്, മഹാരാഷ്ട്രയിലാണുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമാണെങ്കിൽ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമാണെങ്കിൽ താരാപൂർ. എല്ലാവർക്കും അറിയാൻ പറ്റും എന്താണ് താരാപൂരാണ് എന്താ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയമാണെങ്കിൽ. 1969 താരാപൂർ ആരംഭിച്ചത്. അപ്പോൾ നമുക്കിനി കുറച്ച് ആണവ നിലയങ്ങളെ കുറിച്ച് പഠിച്ചു വെക്കാം. അപ്പോൾ കുറച്ച് ആണവ നിലയങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഒന്ന് താരാപൂര്. രണ്ടാണെങ്കിൽ റാവത്ത് ഭട്ട. ഏതാണ്? റാവത്ത് ഭട്ട അല്ലെങ്കിൽ അതിനൊരു പേര് കൂടി ഉണ്ടായിരുന്നു, കോട്ട എന്ന് പറയാറുണ്ട് നമ്മൾ. എന്താണ്? റാവത്ത് ഭട്ട ഓർ കോട്ട എന്ന് പറയാറുണ്ട്. മൂന്നാണെങ്കിൽ ഏതാണ്? കൽപ്പാകം വരുന്നുണ്ട്, കൽപ്പാകം. നാലാണെങ്കിൽ നറോറ. 5 കക്രപ്പാറ. 6 കൈഗ. 7 കൂടംകുളം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പം അതിന് പുറമെ കുറച്ചും കൂടി ഞാൻ ഇവിടെ എഴുതി വെക്കാൻ പോവാണ്. കുറച്ചും കൂടി ഒന്ന് എഴുതി വെക്കാം, എന്നിട്ട് അതിന് ശേഷം നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ ബിംപൂര്, ചുട്ക, മിതിവൃദ്ധി, ജൈതാപൂര്, ഗോരഖ്പൂര്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാം. അപ്പോൾ ആണവ നിലയങ്ങൾ പറഞ്ഞിരുന്നു താരാപൂര്, റാവത്ത് ഭട്ട ഓർ കോട്ട, കൽപ്പാകം, നറോറ, കക്രപ്പാറ, കൈഗ, കൂടംകുളം. അപ്പോൾ എൻ്റെ കൂടുതൽ നമ്മൾ എന്താണ് ഇതിൻ്റെ സംസ്ഥാനം ഒന്ന് പഠിച്ചു വയ്ക്കുക. സംസ്ഥാനമാണെങ്കിൽ താരാപൂർ ആണെങ്കിൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. 1969 നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, അതിന് വർഷം പഠിച്ചു വെക്കണം. റാവത്ത് ഭട്ടയാണെങ്കിൽ എവിടെയാണ്? കോട്ട എന്ന് കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഓക്കെ, റാവത്ത് ഭട്ട 6 തുടങ്ങുകയാണ് രാജസ്ഥാൻ, അല്ലെങ്കിൽ കോട്ട എന്ന് കേട്ടാലും അറിയാൻ പറ്റും രാജസ്ഥാൻ. കൽപ്പാകം കേട്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ഫോംഡ് ആണ്. കൽപ്പാകമാണെങ്കിൽ എവിടെയാണ്? തമിഴ്നാടാണ് കൽപ്പാകമാണെങ്കിൽ. ഓക്കെ, കൽപ്പാകം ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ഫോംഡ് ന്യൂക്ലിയർ പ്ലാന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രമായി ആരംഭിച്ച ആദ്യത്തെ ആണവ നിലയം ചോദിച്ചാൽ ഏതാണ്? കൽപ്പാകമാണ്. ഓക്കെ, നമ്മൾ അരിഹന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ഫോംഡ് ന്യൂക്ലിയർ സബ്മറീൻ, അത് ആണവ അന്തർവാഹിനിയാണ്. ഇവിടെ എന്താണ്? ആണവ നിലയമാണെങ്കിൽ ഏതാണ്? കൽപ്പാകമാണ്.
ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനെ നമ്മൾ വേറെ പേര് കൂടി ഉണ്ട്, ഇന്ദിരാഗാന്ധി എന്നുള്ള പേര്, ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ന്യൂക്ലിയർ റിസർച്ച് എന്ന പേര് കൂടി എന്താണ് ഇതിനെ അറിയപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ന്യൂക്ലിയർ റിസർച്ച് എന്ന പേരിൽ കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ടായിരുന്നു. നറോറ ആണെങ്കിൽ ഇതാണ് UP യിലാണ്, നറോറ ആണെങ്കിൽ. കക്രപ്പാറ ആണെങ്കിൽ ഇതാണ്, കക്രപ്പാറ ആണെങ്കിൽ ഗുജറാത്ത്, ഒരുപാട് തവണ അതിനെ ചോദിച്ചിട്ടുണ്ട്. കൈഗ ആണെങ്കിൽ എവിടെയാണ്? കർണാടകയാണ് കൈഗയാണെങ്കിൽ. അപ്പൊ കൈഗയെ കുറിച്ചൊരു ചോദ്യം കൂടി നമുക്കുണ്ട്, എന്താണ്? അൻഷി ദേശീയ ഉദ്യാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയം ഏതാണ്? അൻഷി ദേശീയ ഉദ്യാനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയം ഏതാണ്? ഏതാണ്? കൈഗ, കർണാടക അല്ലേ? അൻഷി ദേശീയ ഉദ്യാനം, മാറിപ്പോരുത്, അൻഷി ദേശീയ ഉദ്യാനമാണ്. അടുത്തത് കൂടംകുളം ആണെങ്കിൽ, കൂടംകുളം തമിഴ്നാടാണ്. കൂടംകുളം ആണെങ്കിൽ ഇതാണ് തമിഴ്നാട് തന്നെയാണ് എന്താ കൂടംകുളം ആണെങ്കിൽ, മനസ്സിലാക്കി വെക്കാം. ഇനി കൂടംകുളം ആണെങ്കിൽ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കാനുണ്ട്. ഓക്കെ, ഇനി കൂടംകുളം തമിഴ്നാട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. എവിടെയാണ്? തിരുനെൽവേലിയിലാണ്. എവിടെയാണ്? തിരുനെൽവേലി, തിരുനെൽവേലിയാണ്, തിരുനെൽവേലി. ഇനി ഓക്കെ, കൂടംകുളം ആണവ നിലയത്തിന്റെ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ. കൂടംകുളം സമരം, ഓക്കെ, സമരം നടന്നിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ട് സമരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കൂടംകുളം ആണെങ്കിൽ പദ്ധതി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് കൺട്രി? റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നത്? രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ ആരുണ്ട്? മിഖായേൽ ഗോർബച്ചേവ്. ആരാണ്? മിഖായേൽ ഗോർബച്ചേവും രാജീവ് ഗാന്ധിയും 1988 ഒപ്പുവെച്ചത്. പക്ഷേ ഈ പ്ലാന്റ്, കൂടംകുളം പ്ലാന്റ് വന്നത് ഏത് വർഷമാണ്? 2013 എന്താ കൂടംകുളം പ്ലാന്റ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ആരംഭിച്ചത്. അപ്പോൾ ഫോമർ പ്രസിഡന്റ് ഓഫ് റഷ്യ തന്നെയാണ് ആര്? മിഖായേൽ ഗോർബച്ചേവ്. അപ്പോൾ രാജീവ് ഗാന്ധിയും മിഖായേൽ ഗോർബച്ചേവും കൂടി ചേർന്നുകൊണ്ട് സൈൻ ചെയ്തു 1988 കൂടംകുളത്തിന്റെ ഫോർമേഷന്റെ ഭാഗമായിട്ട് ഒപ്പുവെച്ചത് ആരൊക്കെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധിയും മിഖായേൽ ഗോർബച്ചേവുമാണ്. 1988 2013 ഫോം ചെയ്തു. അതിനാണെങ്കിൽ കൂടംകുളം ആണവ നിലയം വരുന്നതിന്റെ ആണവ നിലയം വരുന്നതിനെതിരെ സമരം ചെയ്ത വ്യക്തി ആരായിരുന്നു? അല്ലെങ്കിൽ കൂടംകുളം സമരനായകൻ എന്നൊരു ചോദിക്കേണ്ടിയിരുന്നു. കൂടംകുളം സമരനായകനാണെങ്കിൽ ആരാണ്? SP ഉദയകുമാർ. SP ഉദയകുമാറാണ്. SP ഉദയകുമാറാണ് എന്താ കൂടംകുളം സമരനായകനാണെങ്കിൽ. SP ഉദയകുമാറാണ് കൂടംകുളം സമരനായകനാണെങ്കിൽ. അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. അപ്പോൾ കൂടംകുളം ആണെങ്കിൽ എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, തിരുനെൽവേലിയിലാണ്, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലാണ്. 88 എന്താ ആദ്യമായിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. മിഖായേൽ ഗോർബച്ചേവും രാജീവ് ഗാന്ധിയുമാണ് 2013 ഫോം ചെയ്തു. കൂടംകുളം സമരനായകനാണ്. ഇത് വരുന്നതിനെ എതിർത്ത വ്യക്തിയായിരുന്നു ആരാ? SP ഉദയകുമാർ ആണെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് റഷ്യ. അപ്പോൾ ഇതുകൂടി അറിഞ്ഞിരിക്കണം, വിട്ടുപോയ കാര്യമാണ്. താരാപൂർ ആണെങ്കിൽ വിത്ത് ഹെൽപ്പ് ഓഫ് ഏതാണ്? അമേരിക്കയാണ്. നമ്മൾ ഓരോന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്സര ആണെങ്കിൽ അപ്സര ഏതായിരുന്നു? അപ്സര ഫോംഡ്, ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറാണ് അപ്സര. ഫോംഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ബ്രിട്ടൻ. ക്ലിയർ അല്ലേ? താരാപൂർ ഫോംഡ് വിത്ത് ഹെൽപ്പ് ഓഫ് റഷ്യ. അതുപോലെ തന്നെ റഷ്യയുടെ സഹായത്തോടു കൂടിയാണ് ആര് ആരംഭിച്ചത്? കൂടംകുളം ആണെങ്കിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇനി ഇവിടെ എഴുതി ബിംപൂര്, ചുട്ക, മിതിവൃദ്ധി, ജയ്താപൂർ ആൻഡ് ഗോരഖ്പൂർ. ഇതൊക്കെ അണ്ടർ കൺസ്ട്രക്റ്റഡ് ന്യൂക്ലിയർ പ്ലാന്റ് ആണ്. ഇതുവരെ പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് കറണ്ട് അഫെയറിൽ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പഠിച്ചു വയ്ക്കാം. ബിംപൂർ ആണെങ്കിൽ എവിടെയാണ്? മധ്യപ്രദേശ്. ചുട്ക മധ്യപ്രദേശ്. മിതിവൃദ്ധി ആണെങ്കിൽ ഗുജറാത്ത്. ജയ്താപൂർ ആണെങ്കിൽ മഹാരാഷ്ട്രയാണ്. ഓക്കെ, മഹാരാഷ്ട്രയാണ്. അത് ഗോരഖ്പൂർ ആണെങ്കിൽ എവിടെയാണ്? ഹരിയാനയാണ്. എന്താ? ഹരിയാന. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും, നോക്കാം നമുക്ക്. അപ്പം ബിംപൂർ ആണെങ്കിൽ ഇതാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശ് അങ്ങനെ പഠിച്ചു വയ്ക്കാം. ചുട്ക മധ്യപ്രദേശ്. ബിംപൂര്, ചുട്ക മധ്യപ്രദേശ്. മിതിവൃദ്ധി ഗുജറാത്ത്. ഏതാണ്? മിതിവൃദ്ധി ആണെങ്കിൽ ഗുജറാത്താണ്. ജയ്താപൂരാണ് ഏറ്റവും കൂടുതൽ വന്നൊരു ചോദ്യവും. ഓക്കെ, ജയ്താപൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് ജയ്താപൂർ ആണെങ്കിൽ ആണവ നിലയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്? വിത്ത് ഹെൽപ്പ് ഓഫ് മഹാരാഷ്ട്ര. ക്ലിയർ അല്ലേ? വിത്ത് ഹെൽപ്പ് ഓഫ് ഫ്രാൻസ്. മഹാരാഷ്ട്രയിൽ ആരംഭിച്ചു, ഫ്രാൻസിന്റെ സഹായത്തോടു കൂടിയാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഗോരഖ്പൂർ ആണെങ്കിൽ എവിടെയാണ്? ഹരിയാനയിലാണ്. നമ്മളൊരു ഗോരഖ്പൂർ പഠിച്ചിട്ടുണ്ട്. ലോങ്സ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ആണെങ്കിൽ UP സ്ഥിതി ചെയ്യുന്ന ഗോരഖ്പൂർ, അത് GHO ആണ് വരുന്നത് ശരിക്കും. പക്ഷേ ഈ ഗോരഖ്പൂർ എന്ന് പറയുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഗോരഖ്പൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇവിടെ മാത്രമേ ഉള്ളൂ. എവിടെയാണ്? ഹരിയാനയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. മറ്റേത് GHO ആണ് ശരിക്കും വരുന്നത്. മലയാളത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ സ്പെല്ലിംഗ് നോക്കാൻ പറ്റൂല. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഗോരഖ്പൂർ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹരിയാനയിലാണ്. ജയ്താപൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മഹാരാഷ്ട്രയിലാണ്.
ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്രാൻസ്. ഇനി ഒരു ചോദ്യം കൂടി ജസ്റ്റ് ഒന്ന് കേൾക്കാം. ക്ലിയർ അല്ലേ? ഇന്ത്യയുടെയും റഷ്യയുടെയും അല്ലെങ്കിൽ ഇന്ത്യയും റഷ്യയും സംയുക്തമായി ബംഗ്ലാദേശിൽ ആരംഭിക്കുന്ന ആണവ നിലയം ഏതാണ്? ഓക്കെ, ഇന്ത്യയും റഷ്യയും സംയുക്തമായി, ശരി മനസ്സിലാക്കി വെക്കുക, ഇന്ത്യ റഷ്യ സംയുക്തമായി എവിടെയാണ്? ബംഗ്ലാദേശിൽ ആരംഭിക്കുന്ന ആണവ നിലയത്തിന്റെ പേരാണ് റൂപ്പർ. എന്താണ്? റൂപ്പർ. ശരിക്കും മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇന്ത്യ റഷ്യ എന്താണ് സംയുക്തമായി ബംഗ്ലാദേശിൽ ആരംഭിക്കുന്ന ആണവ നിലയത്തിന്റെ പേര് ചോദിച്ചാൽ നമ്മൾ പറയാൻ പറ്റണം ഏതാ? റൂപ്പർ ആണവ നിലയമാണ്. എന്താണ്? റൂപ്പർ എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഇത്രയും ആണവ നിലയത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് പഠിച്ചു വെക്കാം. NPCL മറന്നു പോകരുത്. 87 ഹെഡ് ക്വാർട്ടർ മറന്നു പോകരുത്. ആണവ നിലയങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടില്, ഉപയോഗം എവിടെയാണെങ്കിൽ മഹാരാഷ്ട്രയിലാണ്. ആദ്യത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പേരുകളൊക്കെ പഠിച്ചു വെക്കുക. സംസ്ഥാനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കക്രപ്പാറയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, SP ഉദയകുമാർ ഇനീഷ്യൽ മസ്റ്റാണ്. ഇനീഷ്യൽ കുറേ ഉദയകുമാർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് SP ഉദയകുമാർ, SP തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഒപ്പുവെച്ചത് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി ആൻഡ് മിഖായിൽ ഗോർബച്ചേവ്. അത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് കൺട്രി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ ഓർത്ത് തന്നെ വെച്ച് പഠിക്കാം. ക്ലിയർ അല്ലേ? അടുത്തായിട്ട് നമുക്ക് താപ നിലയങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ.